യെസ് ഞങ്ങൾ ഒരു മിനിറ്റ്. യെസ് ഇതാണ് ഇവിടുത്തെ വ്യൂ. കാണുന്നുണ്ടോ? ബാക്ക് ക്യാമറയിൽ ക്ലിയർ ആയിട്ട് അറിയില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഇന്ന് എവിടെയാണ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് പീച്ചി ഡാം എത്തിയിരിക്കുകയാണ്. കാരണം എല്ലാ ദിവസവും പോലെ തന്നെ ഞായറാഴ്ച ലീവാണ്, അനൂപിന് ലീവാണ്, പിന്നെ രഞ്ജു വീട്ടിൽ തന്നെ ഉണ്ട്. ഇത് രഞ്ജുവിന്റെ അനിയൻ നിഖിൽ ഗൈസ്. അപ്പൊ ഞങ്ങള് ഇന്ന് പീച്ചി ഡാമിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങള് പറഞ്ഞാൽ നമുക്ക് ഈ പീച്ചി ഡാമിലെ കാഴ്ചകളൊക്കെയാണ്. അപ്പൊ നമ്മള് നേരെ പീച്ചി ഡാം വന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ എത്തിയെന്ന് നിങ്ങൾ കണ്ടിട്ട് പോവാ. അപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുറച്ച് കഥകളൊക്കെ പറഞ്ഞിരിക്കാം. ഓക്കെ. അപ്പൊ കേസ് നമ്മള് ഞായറാഴ്ച അതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പീച്ചി ഡാം പോകണം എന്ന്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഇന്ന് നേരെ പീച്ചി ഡാം പോവാണ്. എന്റെ ഇപ്പൊ നമ്മുടെ അനൂപ് എപ്പോഴും ഉണ്ടാവും കൂടെ, പിന്നെ നമ്മുടെ രഞ്ജു ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഇനി നേരെ പീച്ചി ഡാം പോവാണ് കേസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ തംബ്ലൈനിലൊക്കെ കണ്ട പോലെ പീച്ചി ഡാം ഉണ്ട്. അപ്പൊ അത് ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോഴേക്കും ഞാൻ നമ്മുടെ നെല്ലിയാമ്പതിയുള്ള ഹിൽ വ്യൂല് പോയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ നല്ല വിഷ്വൽസ് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഫസ്റ്റ് കാണുന്നത് അവിടെയാണ്. അവിടെ കയറാം, നമുക്ക് എന്തിൻ്റെ കാര്യങ്ങൾ പറയാം, എന്തിനൊക്കെയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഇതിന് പിന്നെ ഡീറ്റെയിൽസ് പറ്റിയ ഡിസ്ക്രിപ്ഷനിലിടാം. ഞാൻ പെട്ടെന്ന് കയറി വന്നു എന്നോടൊന്ന് സംസാരിച്ചത് നേരെ മറ്റേ ഞങ്ങൾ നേരെ ബൈ ഗ്യാസ്. ഞങ്ങളിപ്പോൾ നെന്മാറ എത്തി. ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ പീച്ചി ഡാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ എൻ്റെ വണ്ടിയിൽ ഇത്തിരി ഓയിലിൻ്റെ കുറവുണ്ട് തോന്നണം. നമ്മുടെ CB സെറ്റിൽ ഇത്തിരി പുക തള്ളുണ്ട്, എഞ്ചിൻ പണിയൊക്കെ ആയിട്ടുണ്ട്.
അപ്പോൾ ഞാനിതിൽ ഓയിൽ അടിച്ചിട്ട് പോകും. വർക്ക്ഷോപ്പുകൾ ഏതുമില്ല. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരെ പീച്ചിടാൻ പോവാണ്. പിന്നെ പെട്രോൾ അടിക്കണം കേസ്. അപ്പോൾ നമുക്ക് ഈ പോണ വഴിക്ക് കാഴ്ചകൾ കാണാം. അപ്പോൾ കേസ് നമ്മളിവിടെ ബീച്ച് ഡാം എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി നേരെ ഡാം പോയി കാണാൻ പോകണം. അവിടെ പാർക്കിങ് ഫീ ഒക്കെ ഉണ്ടല്ലേ? എത്രയാണ്? 10 രൂപ ഒരു വണ്ടിക്ക്. ഒരു വണ്ടിക്ക് 2 വണ്ടിക്ക് കൊണ്ട് 10 രൂപ. ആ ഓക്കെ. അപ്പോൾ കേസ് 10 രൂപ 2 വണ്ടിക്ക് പോകും. ഞങ്ങൾ ഇനി നേരെ അങ്ങോട്ട് പോട്ടെ. നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇന്ന് നമ്മുടെ കൂടെ വേറെ ഒരാളും കൂടി ഉണ്ട്. പേര് പറഞ്ഞു കൊടുക്കടാ. നിഖില് കേസ്. ഇത് നമ്മുടെ രഞ്ജുവിന്റെ വൈകിയിൽ അനിയനൊക്കെയാണ് കേസ്. നമ്മളെ ഇനിയിപ്പോ നേരെ അവിടെ പോണ ഡാമൊക്കെ കണ്ട് തകർക്കാൻ പോവാണ്. അനുവേ ഡാം നമ്മള് കഴിഞ്ഞ ആഴ്ച പ്ലാൻ ചെയ്തപ്പോഴേ നമുക്ക് ഇത് നടക്കുന്ന നീ വിചാരിച്ച നടക്കുന്ന സത്യമായിട്ട് കേസ് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ കാലത്ത് അനൂപ് 7 മണിക്ക് എണിച്ച് വണ്ടിയൊക്കെ കഴുകി സെറ്റായിട്ട് റെഡിയായി നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ വരാനാണ് കുറച്ച് വൈകിയത്. പിന്നെ എൻ്റെ കൂടെ രഞ്ജു ഉണ്ട്, അനൂപ് ഉണ്ട്, പിന്നെ നിഖിലും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി അവിടെ പോകണം കേസ്. കാഴ്ച അടിപൊളിയായിട്ട് കാണാം. ഞാൻ വീഡിയോ എടുക്കുന്നില്ല. അതിന് പൈസ ചോദിക്കാന്ന് അറിയില്ല.
അപ്പൊ ഞങ്ങളെന്തായാലും ഇനി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എന്ത് ഗ്യാസ് ഞങ്ങൾ ഇനി ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ ഉള്ളിൽ കയറട്ടെ. ഗ്യാസ് ഞങ്ങൾ അങ്ങനെ പീച്ചി ഡാമിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. ഗ്യാസ് സനൂപില്ല, കഴിഞ്ഞ വീഡിയോയിലുണ്ടായി നമ്മൾ മംഗൾ ഡാം പോയപ്പോൾ അവൻ കോയമ്പത്തൂർ പോയി. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു വണ്ടിയിൽ വേക്കൻസി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ അനൂപും രഞ്ജും കൂടെ നിഖിലിനെ പിടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഗ്യാസ്. നമുക്ക് ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കൂടി കാണാം. സംഭവ സ്ഥലങ്ങളൊക്കെ സൂപ്പറായില്ല. അനൂപിന് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. അവൻ എൻ്റെ വ്ളോഗിൽ എന്തെങ്കിലുമൊക്കെ പറയടാന്ന് പറയുമ്പോൾ അവന് ഇതില്ല. എനിക്കിത് കണ്ടപ്പോൾ എന്തുപോലെ തോന്നിയത്? ഇത് കണ്ടപ്പോൾ എന്തുപോലെ തോന്നി? ഡാം കണ്ടപ്പോൾ ഗ്യാസ് ഇപ്പം നേരത്തെ എന്തോ പറഞ്ഞു, എന്തിനാ കൊണ്ട് മാട്ടുപൊട്ടി ഡാമാ? അതെവിടെയാണ് ഗ്യാസ്? മൂന്നാർ ഒരു മാട്ടുപൊട്ടി ഡാമുണ്ട്. ഇപ്പോൾ ഇവന് കാണുമ്പോൾ ആ ഒരു ഫീലാണ് തോന്നുന്നതെന്നാണ് പറഞ്ഞത്. ഗ്യാസ് ഇനിയിപ്പോൾ അങ്ങോട്ട് കുറേ കാണാനുണ്ട് തോന്നുന്നു. നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഫോണിന് വെള്ളത്തിൽ പോയ വയ്യ. പിന്നെ ഇപ്പോൾ അങ്ങോട്ട് കുറേ കാഴ്ചകളുണ്ട്. ഞാൻ നിങ്ങൾക്ക് ചോട്ടിൽ കാണിച്ചു തരാം. ഇനി നമ്മൾ ഇവിടേക്കൊക്കെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ എടുത്തിട്ടാണ് പോകുന്നത്. നിങ്ങൾ ചോട്ടിൽ കാണുന്നില്ല, കുറേ ഉണ്ട് കാണാൻ. ഞങ്ങൾ ഇനി അങ്ങനെ നടക്കുക കേസ്. ചോട്ടിൽ നിറയെ നല്ല അടിപൊളി പ്ലേസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ പോയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്ത് കുറച്ച് നേരം അവിടെ കളിക്കാൻ പ്രായമല്ല, പക്ഷെ എന്തായാലും കുറേ നേരം കളിച്ചിട്ട് നമുക്ക് വല്ല പോവുക കേസ്. നമുക്ക് ഇത് നമ്മുടെ പുഴയാണ് തോന്നുന്നു കേസ്. ഇവിടെ നിന്നാണ് വെള്ളം തുറന്നു വരുന്നത്. ഗ്യാസ് ഇവിടെയാണ് മെയിൻ ഷട്ടർ. ഞാൻ കാണിച്ചു തരാൻ ഗ്യാസ്. ഇത് കണ്ട ഇവിടെ നിന്ന് വെള്ളം തുറന്നു വിടുമ്പോൾ ഇങ്ങനെ ഇത് വെള്ളം ഫുള്ള് വറ്റിയിട്ടാണ് ഉള്ളത്. തുറക്കാനുള്ള വെള്ളം ആയിട്ടില്ല ഗ്യാസ്, അതാണ്. അപ്പോൾ കനാലില്ലടാ, കനാൽ ഗ്യാസ്. ഇത് കാണണണ്ട പുഴ അങ്ങ് ദൂരം വരെ ഉണ്ട്, വട്ടം വരെ. അപ്പം നമ്മളിനി ഇവിടുന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം ഗ്യാസ്. നല്ല വിജനമായ പാതകളിൽ കൂടെ ഒരു ചെക്കൻ ഗ്യാസ് പൊള്ളമൊക്കെ വിട്ട് കളിക്കണം. നമുക്കിങ്ങനെ നടക്കുക ഗ്യാസ്. ഇതിട്ടിട്ടായിരിക്കും ഒരുപാട് ഫീലിംഗ് തോന്നണടാ. എടുത്താൽ മതി ഗ്യാസ്. അത് എന്റെ ഗ്ലാസ് ഇടുമ്പോൾ ഒരുമാതിരി ഫീലാണ്. സംഭവം രക്ഷയില്ലാട്ടോ അവിടെ. അടിപൊളി. അവിടെ കടയാണ്, അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോവാ. ഇവിടെ മാസ്ക് ഇടണമെന്നാ തോന്നുന്നത്. ഒരു രക്ഷയില്ല, നല്ല വൃത്തിയുണ്ട് അല്ലേ? നീ ഒന്ന് പറയടേ. നമ്മുടെ രഞ്ജിനോട് ഇവിടെ വന്നിട്ട് എൻ്റെ അഭിപ്രായം ചോദിച്ചു. ഒന്ന് പറ. ഫോട്ടോ എടുക്കാനോ ക്യാമറയോ കൊണ്ടുപോയി ഇടുക്കി അവിടെ പോയിപ്പോ ഇടുക്കി ഡാം പോയിട്ട് അവിടെ ഫോണൊന്നും അലൗഡ് ഇല്ല എന്നാ പറയണത്. ഒരു ഫോട്ടോ കൂടെ എടുക്കാൻ കഴിയില്ല എന്നാ പറയുന്നത്. അല്ലാതെ അവിടെ തന്നെ ബാഗ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പക്ഷെ ഇവിടെ നല്ല വൃത്തിയുണ്ട്. എനിക്ക് ബാക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല നീറ്റ്നെസ് ആണ്, അടിപൊളിയായിരുന്നു. സംഭവം കാണാനുണ്ട്. പിന്നെ പുതിയ കളിക്കണടാ ഇവിടെ കഴിഞ്ഞു. ഇവിടെ നിന്ന് ചോട്ടിക്ക് ഇറങ്ങാം. നമുക്ക് സമയമുണ്ടടാ. ഗേ ടു ഗാർഡൻ കേസ് നിങ്ങൾ കാണുന്നുണ്ടോ? വേ ടു ഗാർഡൻ, സോറി. ഇവിടെ കുറെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ ഇറങ്ങിയ ചോട്ടിക്ക് നിറയെ കാണാൻ തോന്നും. യെസ്, നമ്മൾ വന്നത് അതിന്റെ മുകളിൽ കൂടെ കാണാണ്. ഇതൊരുമാതിരി ഇറക്കമാണ് കേസ്. ഇവിടെ ഇത്ര ഇനി കാണാനുള്ളൂ. ഇനിയിപ്പോ ഇവിടെ നിന്ന് കഴിഞ്ഞു കേസ്. ഇവിടെ നിന്ന് വെള്ളം തുറക്കുന്ന ടൈമൊക്കെ വന്നാൽ നല്ല വ്യൂ ആയിരിക്കില്ലേ? നോക്ക്,
ഡാമിൽ നിന്ന് വെള്ളം തുറക്കുന്ന ടൈമൊക്കെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവും. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ കാണുന്നുണ്ടോ? ഇതാണ് പീച്ചി ഡാം ഗേസ്. ഇനി ഞങ്ങളെ കുറച്ചിങ്ങനെ എവിടെ ഗേസ് ആ വെള്ളത്തിലൊന്നും കുളിക്കാൻ വയ്യ. അത് കെട്ടി വന്നിട്ട് കുറെ കാലമായി. അതിൽ കുളിച്ച് കഴിഞ്ഞ് ചൊറി ചേരങ്ങൾ പിടിക്കും. ഗേസ് നമ്മൾ ഇനിയിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് ഇറങ്ങാം. അവിടെ ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകളും കൂടെ നോക്കാം. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകട്ടെ. നല്ല സപ്പോർട്ട് ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല. ഇനിയില്ലേ പറയടാ, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണില്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് അടിച്ചങ്ങോട്ട് പൊട്ടിക്കുക ഗേസ്. അപ്പൊ ഞങ്ങള് ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പോയിട്ട് കുറച്ച് കാഴ്ചകൾ കൊണ്ട് ഇത് നേരത്തെ കാണിച്ചെന്ന പോലെ അവിടെ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട്. പിന്നെ കുറച്ച് കളിക്കണം, കുറച്ച് റിലാക്സ് ചെയ്യണം. ഞങ്ങൾ അങ്ങോട്ട് നല്ല പോട്ടെ. ഞങ്ങൾ കുറെ ഫോട്ടോസൊക്കെ എടുത്തു, അടിച്ചു പൊളിച്ച് ഇനി ഇങ്ങനെ നടന്നു. നല്ല വെയിലുണ്ട് ഗേസ്, നല്ല മഴ. അവിടെ നിന്നാണ് നമ്മൾ വന്നത്. മോളിൽ കൂടെ വന്നിട്ട് അതേ ഇറങ്ങി വന്നു, അപ്പുറത്തൂടെ ഇറങ്ങി വന്നു. ഇതേ ഇറങ്ങായിരുന്നു, പക്ഷെ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരൊന്നും പെണ്ണുങ്ങളെ കണ്ടാൽ തിരിഞ്ഞു കൊണ്ട് പോകില്ല. അങ്ങനത്തെ ടീമായതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തൂടെ ആരും ഇല്ലാത്തവരെ ഇറങ്ങി വന്നു. അതാ പറ്റും. ഇത് നല്ല കൂളിംഗ് ഉണ്ട്. കുറെ കളിക്കാനുണ്ട് കുട്ടികൾക്ക്. ഇത് കാണുന്നുണ്ടത് എന്താ ഇതൊക്കെ എന്താ സാധനം? ചിൽഡ്രൻസ് ഓൺലി. പിന്നെ ചവിട്ടി കാരണം ചിൽഡ്രൻസ് ഓൺലി എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെന്താണെന്നറിയോ? ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ചാടാൻ കണ്ട ഗേസ്. എനിക്കറിയല്ല, എനിക്കിതല്ലായിരുന്നു. അങ്ങനെ ചാടണ്ട. ഈ കയ്യും കാലും ഇത് കുട്ടികൾക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ജമ്പിങ്ങിന്റെ ചാടാനാണ് ഒരു എക്സസൈസ്. നല്ല പച്ച പുല്ലുകൾ വിരിച്ച പച്ച പരവതാനി പോലെ ഉണ്ട് കേസ് അവിടെ. അത് രസമുണ്ട്, പക്ഷെ അത് ഇത്രയ്ക്ക് ചെയ്തത് കുറച്ചുകൂടി ചെയ്യാനായിരുന്നു. ഇതാണ് നിങ്ങളുടെ ചോട്ടിക്ക് ഇറങ്ങാൻ വഴി തോന്നുന്നത് കേസ്. ഇവിടെ നിന്ന് അങ്ങനെ മതി. ഒരു റിലാക്സേഷൻ ഉണ്ടല്ലേ, ഒരു സമാനമില്ലേ? അതിനാണല്ലോ വന്നത്. ഇതാണ് ഇനി നമ്മൾ ചോട്ടിക്ക് ഇറങ്ങുന്ന വഴി. കുത്തനെയുള്ള പടികൾ. ഇത് വൺ വേ ആടാ. എവിടെയെങ്കിലൊക്കെ ഇറങ്ങുക. അവിടെ കാണുന്നുണ്ടോ കാഴ്ച? ഓ കേസ് ഫോട്ടോ എടുക്കാം. ഞാൻ ഫോട്ടോ എടുത്ത് നോക്കണേ. ഇതാ എന്തോടെ എന്തോ ഒരു നിക്കടാ. സുരുതി വരുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നെ കൊണ്ട് വേഗം പോന്നൊക്കെ. വാ വന്നോ, കിട്ടുന്നുണ്ട്. ഇല്ല കുഴപ്പമില്ല, വന്നു. ഭയങ്കര അവന് വീഴുന്നുള്ള പേടി കേസ്, അതുകൊണ്ട് അതേ വന്നില്ല. ഇവിടെ അതേപോലെ ഇറക്കമാണ്. ഇതാ കാണുന്നുണ്ടോ? എന്താ നീ അവിടെ നിന്ന് ഇറങ്ങാതെ പേടി കേസ്. സംഭവം നല്ല ആട്ടമുണ്ട്. അഥവാ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി ഒക്കെ വന്നിട്ട് പൈസ മേടിച്ചിട്ട് പോകും. അതാണ്. അപ്പം അതുകൊണ്ട് പേടിയുള്ളതുകൊണ്ടാണ്. ഇനി ഞങ്ങളത് ചോട്ടിക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെറിയ കനാലൊക്കെ ഉണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ കാണാം. നല്ല രസമുണ്ട്, അടിപൊളി. ഒരു ഡെക്കറേഷൻ, പൂവിൻ്റെ ഡെക്കറേഷനൊക്കെ ഒരു രക്ഷയില്ലാതെ ചെയ്തിരിക്കുന്നത്. ഇത് കാണുന്നുണ്ടോ? അടിപൊളി. എൻ്റെ ബാക്ക്ഗ്രൗണ്ടെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകണ്ട. നല്ല നീറ്റ് പറഞ്ഞ പക്ക. ഞങ്ങളുടെ പോത്തുണ്ടി ഡാമൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ വലിയതായിട്ട് മംഗൾ ഡാമൊക്കെ പോയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഒന്നുമില്ല, ഫുള്ളൊരു മാതിരി ഇതാണ്. ഗേസ് ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇതാ ഗ്യാസ് ചെക്ക എന്നെ കളിയാക്കണ ഗ്യാസ്. എൻ്റെ ഗ്യാസ് ഇപ്പോൾ ചെറിയ കുറേ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് റിലാക്സ് ആയിട്ട് 2-3 സെൽഫി ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇനി കുറച്ചും കൂടെ ഇവിടെയൊക്കെ നടക്കും. എൻ്റെ വീട് പോത്തുണ്ടി തന്നെയാണ്. അപ്പോൾ കുറേ പോത്തുണ്ടി ആകുമ്പോൾ ഞങ്ങൾ നേരത്തേക്ക് ഇഷ്ടം പോലെ അവിടെ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ വീഡിയോ തന്നെ കണ്ട പോലെ തന്നെ, കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ തന്നെ മംഗൾ ഡാം പോയിട്ടുണ്ട്. അതിനെയൊക്കെ വെച്ചിട്ട് എത്ര ബെറ്റർ ആണെന്ന് തോന്നുന്നു എനിക്കിവിടെ. കാരണം അത്ര നീറ്റ്നെസ് ഉണ്ട്, പിന്നെ എന്താ കാണാൻ കാഴ്ചകളുണ്ട്, പിന്നെ നല്ലൊരു ക്ലൈമറ്റാണ്, അന്തരീക്ഷമാണ്.
ഡാം വലിയ കാണാൻ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇവര് എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മംഗൾ ഡാമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും വലിയ ഡാമാണ്. പക്ഷെ അവിടെ കാര്യമായിട്ട് കാണാനായിട്ടൊന്നുമില്ല. ഇവർ ഈ ചെറിയ ഡാമിനെ അപ്ഡേഷൻ ചെയ്ത് ഇവിടെ നിറയെ ആൾക്കാർ വരുന്ന രീതിക്ക് ആക്കി വെച്ചു. അതാണ് ബിസിനസ് മൈൻഡ് കേസ്. അങ്ങനെ പീച്ചി ഡാം ഇപ്പോൾ ഒരു ഇതുണ്ട്. നമ്മുടെ പാലക്കാട്ടുകാരെന്താ എങ്ങനെയായിന്ന് അറിയില്ല. മംഗൾ ഡാം അവർക്ക് നിറയെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നിറയെ ടൂറിസ്റ്റുകൾ വരും കേസ്. പക്ഷെ അവിടെ അങ്ങനെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് അവിടെ കുറേ ചപ്പും കാര്യം. പക്ഷെ ഇവിടെ എല്ലാം നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഡെയിലി ക്ലീനിങ്ങും നല്ല നീറ്റ്നെസ്സും കുറേ ഫ്ലവറൊക്കെ വെച്ചിട്ട് ഭയങ്കര. ഇപ്പം ഞങ്ങൾ ഇരിക്കുന്ന ഈ സ്ഥലം നിങ്ങൾ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നല്ലൊരു കൂളിങ് വരുള്ളൂ. ഇവിടെ കപ്പിൾസായിട്ട് വന്നിട്ട് കാര്യമില്ല കേസ്. കപ്പിൾസ് വരുന്നത് തന്നെയാണ്. അവർക്ക് ഒരു പ്രൈവസി ഉണ്ടാവില്ല. അതാണ് സീരിയസ്ലി അതാണ്. എന്നിട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ കുറച്ച് നേരം ഇനി ഇവിടുന്ന് കുറച്ച് മലമ്പുഴ ഡാം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ മലമ്പുഴ ഡാം പോയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എന്താണ് അവിടുത്തെ അവസ്ഥ? അടിയിൽ കമൻറ്റ് ചെയ്തിട്ടാ. നീ പോയില്ലേ? എന്താണുള്ളത് അത് പറഞ്ഞ സ്ത്രീൻ്റെ ഒരു ശില്പം വെച്ചിട്ട് മംഗൾ ഡാം പോയിട്ടുള്ളവരിത് കണ്ടിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്തിട്ട. അനു പോയിട്ടില്ല. സോറി, മലമ്പുഴ മംഗൾ ഡാം അല്ല. സോറി കേസ്, ഇങ്ങനെ മാറിപ്പോയി. അതിനുശേഷം പോയിട്ടില്ല. നീ പോയിട്ടുണ്ടോ? മംഗൾ ഡാം പോയി, മലമ്പുഴ പോയിട്ടില്ല കേസ്. അപ്പൊ ഞങ്ങള് കേസ് രഞ്ജു പോയിട്ടുണ്ട്. ശരിയാണ്. കേസ് ഇപ്പൊ പോയതായിട്ട് ഇവന് ഓർമ്മയുണ്ട്. പക്ഷെ അവിടുത്തെ കാഴ്ചകളൊന്നും കേസ് ഇവനെ പിന്നെ എന്റെ പെണ്ണ് പറഞ്ഞു ആ തിരുവിന്റെ അവിടെ നിർത്തി, അതിന് മുന്നേ കുറച്ച് നിർത്തി. നീ നിന്റെ പെണ്ണുമായിട്ട് പോയി? ആ പെണ്ണായിട്ടല്ലേ പോകുള്ളൂ. ചെക്ക കമ്മിറ്റഡ് ആണ് കേസ്. ചെക്ക കമ്മിറ്റഡ് ആണ്. ഇനിയിപ്പോ ആരും നോക്കണ്ട. കമ്മിറ്റഡ് ആണ്. അല്ല, ആരും നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോ അവിടെ ഉണ്ടോ മൂന്നേരം കേസ്? ഇനി ഞാൻ മോളിൽ നിന്ന് നിങ്ങൾക്ക് കുറേ വിഷ്വൽസ് കാണിച്ചു തന്നില്ലേ? ആ വിഷ്വൽസിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് നമ്മൾ എത്തിയില്ല. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റും നടന്നിട്ട് കാഴ്ചകളൊക്കെ കാണാം. എപ്പോഴും നിങ്ങളെൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണണ്ട. ഞാൻ അപ്പുറത്തോടെ വരാം. പക്ഷെ അവർക്ക് എൻ്റെ പുതിയ ഫോണിൽ 2 പിക്കൊക്കെ എടുക്കണം പറഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് 2 പിക്കൊക്കെ എടുത്തു കൊടുത്തോ. യെസ്, നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു രക്ഷയില്ല. സൂപ്പറായിട്ട് പൂവിന് വെള്ളം അടിക്കുന്നുണ്ടോ? യെസ്, ഇവിടെ ഇവര് പൂവിന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇത് ഒന്ന് അവര് ക്ലീൻ ചെയ്യുന്ന റെഡി ചെയ്യുന്ന അടിപൊളിയുണ്ട് അല്ലേ? ഇതൊരു കപ്പിൾസിന്റെ പിക്ചറാണ്. നിങ്ങളിപ്പോ കണ്ടില്ല. അത് ഒരു ഫോട്ടോസ് എടുക്കണം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഹെൽമെറ്റ് ഇട്ടിട്ട് ഒരു മാതിരി നടക്കുന്നുണ്ട്. അതിൽ നടക്കുന്നുണ്ട്. ചെക്കൻ പൊളിയാണ് കേട്ടോ കേസ്. അതിന് ഫുള്ള് സപ്പോർട്ടാണ്. ഞാൻ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെ ചെയ്ത് പിള്ളേർക്കൊക്കെ അയച്ചു കൊടുത്ത് സെറ്റാക്കിട്ടാ. നിഖിൽ നിന്നെ തന്നെ നിഖിലേ. കേസ് ഇനി കുറച്ചും കൂടെ അങ്ങനെ നടക്കാനുള്ളത് തോന്നുന്നു. അപ്പുറത്തൂടെയാ? അവിടെ ഗേസ് നമ്മള് മോളിന്ന് കാണുമ്പോൾ ആ ഒരു നമുക്ക് അവിടെ നിന്ന് കാണുന്നുണ്ട്. അവിടെ നമുക്ക് ഇനി കുറെ കാണാനുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് ഞാൻ അങ്ങോട്ട് പോകണ്ട. ഗേസ് അവിടെ കുറച്ച് എന്തൊക്കെയോ കാണാനുണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിങ്ങനെ നടക്ക കൂളായി. സംഭവം നൈറ്റ്. പക്ഷെ രാത്രി ആളിനെ കേട്ടുണ്ടാവില്ലടാ. എന്തോ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കായിരുന്നു. അവിടെ സെക്യൂരിറ്റികൾ ആരും ഇല്ല. എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. ഇതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയുകയാണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് അടിക്കിട്ടാ. അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് കേസ്. അപ്പൊ ഇനി നമ്മള് പകുതിയിൽ നിന്ന് അങ്ങനെ കേറിയിട്ട് ഇങ്ങനെ നടന്നു വരും. ഇവിടുന്ന് ആ വ്യൂ കാണുന്നു. യെസ്, എന്റെ ക്രിയേറ്റിവിറ്റി അങ്ങനെയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് അടിക്കുക. യെസ്, ഏജിന്റെ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ കാട്ടുപോത്ത് നിൽക്കുന്ന കേസ്. ഒരു രക്ഷയില്ല. താഴെ കമന്റ് അടിക്കുക. അടിപൊളിയുണ്ട്. എല്ലാവരും പിക്കൊക്കെ എടുക്കേണ്ടത്. ഞാൻ ഇതിന് മോളിൽ കത്താ. ഇതൊന്നും പിടിക്കും. ക്യാമറ എടുത്തില്ല. കറക്റ്റായിട്ട് എടുത്തിട്ടാ. ഓക്കെ ഗൈസ്. പൊട്ടോന്ന് അറിയില്ല കേസ്. എന്നാലും ഞാൻ കേറാൻ പറ്റും. പൊട്ടില്ല ഗൈസ്.
Yes, അടിപൊളിയാണ്. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഇത് രണ്ടുപേരും കണ്ട കേറിക്കോ ചെരിയും Guys, ഞാനോട് പോ ഗായ്സ് ട്രിപ്പിൾസ് ആണ് ഗായ്സ് ഇവര് ട്രിപ്പിൾസിലേ പോവാറുള്ളൂ ഇത് വന്ന് എന്താവെന്ന് അറിയില്ല. ആ just ഒന്ന് നോക്കി. ഓടിക്കോ ചാട് ചാട് ഹെൽമെറ്റ് helmet വെക്കണം. ഗായ്സ് ഹെൽമെറ്റ് ഉണ്ട് ഗായ്സ് ഹെൽമെറ്റ് ഇല്ലാണ്ട് പോവാൻ പറ്റില്ല ഗായ്സ് Ride പോയി. മുറുക്കൻ പിടിച്ചിരുന്നു ഗൈസ് Professor പോയി. പോലീസ്. അപ്പൊ കടുവയില്ലേ വര വരെയായിട്ടുള്ള കടുവ. പുള്ളിപ്പുലി പറഞ്ഞത് പക്ഷെ അതിന്റെ ഫേസ് കടുവന്റെ പോലെയാണ് അവരുണ്ടാക്കിയത്. യെസ്, അവർ അത്ര തന്നെ ചെയ്ത് വലിയ കഥ. ഇത് നമ്മുടെ മലയാളികൾക്കുള്ള സ്വഭാവമാണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അതിൽ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുള്ളൂ, നല്ലതൊന്നും കണ്ടുപിടിക്കില്ല. അത് ഈ മലയാളികളുടെ ഒരു സ്റ്റൈൽ തന്നെയാണ്. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. Yes, ഇവിടെ ഒരു മഹർഷി ഉണ്ട്. ഇവിടെ ഒരു മഹർഷി ഉണ്ട്. ബുദ്ധൻ. യെസ്, നിങ്ങൾ ഈ ആളെ കണ്ട ഒരു പ്രത്യേക വൈബാ. നോക്കടാ യെസ്, നിങ്ങൾ കാണുന്നുണ്ടോ വഴി? ഒരു രക്ഷയില്ല. അതെ, അത് പിടിക്കണം. യെസ്, ഇത് ഈ വഴി കണ്ട നിങ്ങൾ? ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അടിപൊളി. ഞാനൊരു സൂപ്പർ ആയില്ലടാ. അവിടെ 2 പിക്ക് എടുക്കും, ഒരു രക്ഷയുണ്ടാവില്ല. യെസ്, അടിപൊളി സ്ഥലാട്ടാ. ഇതിനിപ്പോ അവിടെ എത്താന്ന് അറിയില്ല ഗ്യാസ്. അങ്ങനെ ഞങ്ങള് വേറൊരു ടോപ്പ് ലെവലിലെത്തി. നമ്മളിതാ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ആ ഏരിയ ഫുള്ള് കറങ്ങി. ഇവിടെ നിന്ന് ഒരു പ്രത്യേക വ്യൂ ഉണ്ട് ഗ്യാസ്. നിങ്ങൾ കാണുന്നുണ്ടതാ, ഒരു രക്ഷയില്ല. ആ ഗ്യാസ് നമ്മള് അത്യാവശ്യം എല്ലാം കറങ്ങി. നമ്മള് ഫുള്ള് അതേ പോയി ഇങ്ങനെ വന്നു. അവിടെ കയറി പാലം വഴി ഇങ്ങനെ കയറി ഇപ്പൊ എത്തി ഗ്യാസ്. ഇവിടെ നിന്ന് വേറൊരു വ്യൂ, പല വ്യൂ ഉണ്ട് അല്ലേ, ഒരു രക്ഷയില്ല. അടിപൊളി അടിപൊളി. യെസ്, ആ കയറ്റം ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന കയറ്റം ഞങ്ങൾ കയറിയപ്പോൾ ക്ഷീണിച്ചു അല്ലേ. യെസ്, ഇനി പോയിട്ട് വെള്ളം കുടിക്കണം. നല്ല ദാഹമുണ്ട്, കാരണം വെള്ളമൊന്നും എടുത്തില്ല. അവിടുന്ന് കുടിച്ചു, പക്ഷെ എന്നാലും പോരല്ലേ. നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്നില്ലേ. ആ യെസ്, നമ്മളിപ്പോൾ വന്ന വഴി ഇനി നമുക്ക് സ്ട്രൈറ്റ് പോയിട്ട് അതൊന്നും കൂടെ കയറിയിട്ട് അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് നോക്കാം. നിങ്ങൾ കാണുന്നുണ്ട്, നമുക്ക് അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് നോക്കാം. നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞിട്ടാണ് പോയത്. എന്തായാലും വന്നു അവിടെ നിന്ന് എല്ലാ കാഴ്ചകളും കണ്ടിട്ട് പോലെ. കേസ്, ഇത് കനാലിൽ വെള്ളം വിടുന്നതാണ് കേസ്. നിങ്ങൾ കാണുന്നുണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? സൂപ്പർ അല്ലേ, അടിപൊളിയുണ്ട്. ഇതെന്താ സംഭവം? ഇത് യെസ്, പവിലിയാന്ന് എഴുതിയിട്ടുണ്ട്. അത് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആരെങ്കിലും അറിയാൻ താഴെ കമൻറ്റ് ചെയ്യും. യെസ്, ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഇവിടെ നിന്ന് ഒരു രക്ഷയില്ലാടാ, അടിപൊളിയല്ലേ. യെസ്, ഇതിനുള്ളിൽ ആൾക്കാരൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നു യെസ്. ഇതെന്താ പോണ വഴികൾ. ഇതിങ്ങനെ കുറേ കാണാനുണ്ട്. ரொம்ப അടിപൊളിയാണ്. ഓരോ വ്യക്തികളും കുറേ റിലാക്സ് ചെയ്തിട്ടിരിക്കുന്നു. അടിപൊളി തന്നെടാ അല്ലേ. അപ്പുറത്തോടെ വേണ്ട, നമുക്ക് ഇതിനെ പോവാം. യെസ്, ഇതിൻ്റെ മുകളിലും കുറേ കാണാനുണ്ട്. യെസ്, ഒരു രക്ഷയില്ല, അടിപൊളി സ്ഥലം. ഞാൻ ആദ്യമായിട്ടേ വരുന്നത്, പക്ഷെ ഇങ്ങനൊരു സിസ്റ്റം പ്രതീക്ഷിച്ചില്ല. ഞാൻ അവിടെ നോക്കുമ്പോൾ ഏതോ വലിയ പള്ളി പോലെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പള്ളിയല്ല കേസ്. ഇതിൻ്റെ ടോപ്പിക്ക് വന്നിട്ട് നമുക്ക് ഇവിടുത്തെ ഫുള്ള് വ്യൂ കാണാം. സീരിയസ്, ഞങ്ങൾ അവിടെ നിന്ന് പോയതാണ്, ഇത് കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഞങ്ങൾ എത്തിയതാണ്. ഞാൻ തിരിയൊന്ന് നടന്ന് കാണിച്ചു തരാം. എനിക്ക് ഇവിടുത്തെ വ്യൂ നോക്കിക്കോ. കണ്ട കേസ്, ഒരു രക്ഷയില്ല. ഡാം, നമ്മുടെ പാർക്കിങ് ചുറ്റും ഫുള്ള് കിട്ടും.
നമ്മളിത് ഞങ്ങള് സീരിയസ്ലി ഇത് പള്ളിയാണെന്ന് വിചാരിച്ചു ഇതിന്റെ മുകളിൽ. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവമാണ്. സംഭവം സൂപ്പറായിട്ടുണ്ട് അല്ലേ, അടിപൊളിയായില്ലേ. ഈ രഞ്ജു പറഞ്ഞാണ് നമുക്ക് അവിടെ തിരിച്ചു പോകാം, ഇവിടം വരെ വരണ്ടായിരുന്നു. ബട്ട് ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാൻ അടിപൊളിയല്ലടാ. മുകളിൽ ഒരു ടോപ്പ് വ്യൂ ഉണ്ട്, നമുക്ക് അതും കൂടെ കയറണം. നേരെ അങ്ങോട്ട് പോവാ ഗൈസ്, മോളിക്ക്. അടിപൊളിയില്ലേ ഇത്? ഞാൻ നീ വന്നിട്ടില്ല, ആരും വന്നിട്ടില്ലല്ലോ. ബട്ട് ഇതിന്റെ മുകളിലൊരു വ്യൂ കൂടി ഉണ്ട്. ഇതിന്റെ മുകളിലൊരു വ്യൂ ഉണ്ട്, ഞങ്ങൾക്ക് കാണിച്ചതാ. എനിക്ക് മാത്രം എടുത്തരാ ആരുമില്ല. കേസ് അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് ഒരു ചേസ് അടിക്കണം. കേസ് അവൻ കൂടി കഴിഞ്ഞു ചെക്ക്. ഈ ഒരു ചേസ് അടിക്കാം, അവനും കുടിക്കാൻ തുടങ്ങി. കാരണം ഇനി സെയിം തന്നെ ഒരുപോലെ. കേസ് ഞങ്ങൾ സർവത്തൊക്കെ കുടിച്ചിട്ട് നല്ല തെറിക്കട്ടെ. സൂപ്പറായി, അടിപൊളി. യെസ്, ഞങ്ങൾ അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പീച്ചി ഡാമിനോട് വിട പറയുകയാണ്. ഗേസ് നമ്മുടെ പീച്ചി ഡാം അങ്ങനെയുണ്ട് പറ. യെസ് യെസ്, സംഭവം അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ അതായത് തിരിച്ചറിയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ രഞ്ജു പറഞ്ഞ ആ സ്ഥലം കൂടെ കയറണം, അവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെ കാണണം. അത് കണ്ടിട്ട് നമുക്ക് നേരെ പോകാം. ഓക്കെ, ഫുള്ള് സീന്. രഞ്ജുവിന് സ്ഥലം അറിയാ പറഞ്ഞ് വന്നപ്പോ ഇവിടെ എത്തിയിട്ട് പറയട്ടെ ഇവൻ സ്ഥലം അറിയാം. ഇവൻ വന്നിട്ടില്ല കേട്ടോ, അവനറിയില്ല. ഞങ്ങൾ അവസാനം ഇവിടെ വന്നിട്ട് ഇവിടെ തേടി നോക്കുമ്പോൾ അവസാനം നമ്മുടെ തൃശ്ശൂർ സൂമിലെത്തി. സംഭവം ഇതാണ് അവൻ ഉദ്ദേശിച്ചത്, പക്ഷെ അത് നേരത്തെ ഇവിടെ വന്നിട്ടില്ല. സംഭവം അനൂപ് മാപ്പൊക്കെ നോക്കി കൊണ്ടുവന്നാണ് കേസ്. ഞാൻ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് വഴിയൊന്നും ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കേസ്. ടിക്കറ്റ് ഒക്കെ എടുക്കണം, നേരെ അതിൻ്റെ ഉള്ളിൽ പോവാം. ഓ കേസ്, ടിക്കറ്റ് ഒക്കെ എടുത്ത് സെറ്റായി. എത്രയാണോ ഒരാൾക്ക്? എത്രയാണ്? 20 കേസ്, ഒരാൾക്ക് 20ആണ്. ടിക്കറ്റ് കയ്യിൽ വെച്ചോട്ടോ, കളയണ്ട. അപ്പോൾ കേസ് നമ്മൾ ഇനി നേരെ ഇവിടുത്തെ അടിപൊളി സൂപ്പർ കാഴ്ചകളൊക്കെ കാണാം. കുറേ മൃഗങ്ങളുണ്ട്, കുറേ പാമ്പ് എന്തൊക്കെയുണ്ട് കേസ്. ഞാൻ നമുക്ക് കാണിച്ചു തരാം. ഒന്നും അറിയില്ല, നമ്മൾ ബുക്കെല്ലാം നല്ല നോക്കുന്നുണ്ട്. അതിന്റെ കൊക്കിൽ തന്നെ ഫോണ് കൊടുക്കണോ, ഒറ്റ കപ്പിന് എടുക്കും അത്. നോക്ക് കേസ്, അത് നമ്മളെ പേടിപ്പിക്കണേ, നമ്മൾ പേടിക്കില്ല. ഇനിയുണ്ട് കേസ്, അവിടെ മൂങ്ങയൊക്കെ ഉണ്ട്. എല്ലാത്തിനും കാണിച്ചിറങ്ങി കേസ്, ഒരു രക്ഷയില്ല. കേട്ടോ മൂങ്ങ, ഈ സാധനം ഞാൻ ഇത്ര അടുത്ത് നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടോന്ന് അറിയില്ല കേസ്. ഒരു രക്ഷയില്ല, നല്ല വലുപ്പമുണ്ട്. അതിൻ്റെ കണ്ണെല്ലാം കണ്ട ബൾബ് വെച്ച പോലെ ഉണ്ട്. ഇനി അവിടെ കുറേ മൃഗങ്ങളിലെല്ലാം കാണാൻ, നമുക്ക് അതൊക്കെ പോയി കാണാം. ഒറിജിനല് വെള്ളി മൂങ്ങത് ഇവിടെ ഇല്ല, നമുക്കത് ഇവിടെ തന്നെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. കേസ് 2 ഉണ്ട് കൂടി. അതാ കാണുന്നുണ്ടോ മോൾ? അതാ കേസ് ഇരിക്കണം. അതോ അങ്ങനെ ദൂരം അതാ കാണുന്നതാണ്.
മുള്ളമ്മന്നിന്റെ കൂടാണ് കേസ്. അതാ കിടക്കുന്ന കണ്ട നിങ്ങളതാ അങ്ങ് ദൂരെ ഇതാ കിടക്കുന്ന കേസ്. ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ 4 ഉണ്ട്. ഇതാ ഈ കിടക്കുന്ന കേസ്. ഫ്ലാറ്റ് പോകണം. വെള്ള കാട്ടുപോത്തിന് ഞാൻ ആദ്യമായിട്ടാണ് കേസ്. നമ്മുടെ ഞാനിപ്പോൾ നെല്ലിയാമ്പതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ കണ്ടിട്ടുള്ള കാട്ടുപോത്തുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കറുന്നുണ്ടാവും. അവർക്ക് ഇതുപോലെ ഇത് പക്ഷേ ഫ്രണ്ടിൽ മാത്രം കുറച്ച് കറുപ്പുള്ളൂ. ബാക്കിയുള്ളവിടെയൊക്കെ വൈറ്റാണ് കേസ്. അതാണ് ഞാനും വിചാരിച്ചു. കേസ് ഇത് കാട്ടുപോത്തല്ല കേസ്. ഇത് വേറെന്തോ പേരാ പറയണേ. എനിക്ക് കണ്ടപ്പോൾ നമ്മുടെ അടുത്ത് കാട്ടുപോത്ത് പോലെ ഇതാണ് സാധനം കേസ്. കറക്റ്റ് ഇതെന്നാ കേസ് പേര്. അടുത്തത് കേസ് ഇതൊക്കെ ഓരോ ടൈപ്പാണ്. ഇത് പ്രഭു കേസ്. ഇതിനെല്ലാത്തിനും ഇവര് പേരിട്ടാണെന്നാ തോന്നുന്നത് കേസ്. ഇതിന്റെ പേര് പ്രഭു കേസ്. ഇത് ഇത്തിരി വയസ്സ് കൂടുതലാണ് നമ്മൾ ഫസ്റ്റ് കണ്ടവനെയും വെച്ച് കേസ്. അവനോടി മുന്നോ പോയി കേസ്. നല്ല മണമുണ്ട് കേസ്. ചുട്ടം സാധനം. അതിനെ കൂട്ടിലടിച്ചിട്ടിരിക്കുകയാണ്. രക്ഷയില്ല. ഒരു സ്മെല്ല് കേസ്. അതിന്റെ ഫുഡിന്റെ ആണോ തോന്നുന്നു. ഫുഡിന്റെ കേസ്. ആള് ചോദിക്കണം അതിന് കൂട്ടിലടിച്ചിട്ട് തുറന്നിട്ടോടെയെന്ന് ചോദിക്കുന്നത്. എന്താവും തുറന്നിട്ടത് നമുക്ക് കണ്ടെന്നെ അറിയാം. അങ്ങനെ നിങ്ങള് വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ. അതിന്റെ ഫേസ് നമ്മള് കാണണ്ട തന്നെ. അവിടെ നിന്ന് ഫുള്ളായിട്ട് കാണും. ഞങ്ങൾ ഒക്കെ കൂടി വന്നതിന് വെള്ളം കുടിപ്പിക്കാം. ഇതാണ് കിങ്. സാധനം നമ്മൾ കണ്ടില്ല. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല. അതിന് നല്ല വലിപ്പുണ്ട്. ഈ താടി ഭാഗമൊക്കെ ഇല്ല കേസ്. ഒരു രക്ഷയില്ല. എത്ര ഉണ്ട് കട്ടി. ഇത് നമ്മുടെ രാജാവിനെയാണ് കാണുന്നത്. കാട്ടിലെ രാജാവ് കേസ്. അവിടെ സൗണ്ട് ഇതാക്കിടും. ദേഷ്യം വന്നിട്ടാണ് തോന്നുന്നു. ഭയങ്കര സീനാണ് കേസ്. നമ്മൾ പുലിമുരിയിലെ സിനിമയിലെ ശരിക്ക് സെയിം സാധനം. നമ്മൾ സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് മരക്കുന്നത് സാധനല്ലേ കേസ്. എൻ്റെ കണ്ണൊക്കെ തള്ളിപ്പോയി. ഞാൻ ഇപ്പോൾ ചെറുപ്പത്തിൽ കുറച്ചു കാലം മുന്നേ വന്ന് കണ്ടാണ്. നമ്മളത് നോക്കിക്കോട്ടെ. ബാക്ക് ക്യാമറയിൽ ക്ലിയർ ആയിട്ട് അറിയില്ല. ഇതിലെ ഇവിടുത്തെ സെക്യൂരിറ്റിക്കാർ അടുത്തേക്ക് പോകുമ്പോൾ അതിന് ദേഷ്യം വന്നിട്ടാണ് കേസ്. ഞങ്ങൾ അമ്പരം നിൽക്കണം അതിന്റെ സൗണ്ട് കേട്ടിട്ട്. നമ്മളിതാ അങ്ങ് കാണാം. അവിടെയാണ് നമ്മുടെ കാട്ടിന്റെ രാജാവ്. അവനെ കാണാൻ കഴിയുന്നില്ല. അതിന്റെ അടുത്തേക്ക് ആളുടെ ആരും വിടില്ല. അവനവിടെ പോയിട്ട് നമ്മുടെ ഇവിടെ കേസ്. ഇതിന്റെ അടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേസ്. ഒരു രക്ഷയില്ല. ഏയ് ഒരവിടെ അടങ്ങടേ. വെറുതെ ഒരു അനക്കൂല്ല. എൻ്റെ അടുത്ത് പോയപ്പോൾ കാണാം സാധനം ഉണ്ടാണ്ട് കിടക്കണതാ. കേസ്. അത് മീനൊക്കെ ഉണ്ട്. അതിന് ഫുഡ് ഇട്ട് കൊടുത്താൽ മാറുന്നുണ്ട്. നല്ല വലിപ്പമുണ്ട്. ഒന്നേ ഉള്ളൂ കേസ്. അതാണ് കരയിൽ വന്നാൽ ഡ്രൈ ആയിടോ അതിൻ്റെ ശരീരം. അങ്ങനത്തെ കേസ്. ഇതാണ് അതിൻ്റെ താവളം. ഒറ്റ സാധനമാണ് കേസ്. അത് എത്ര എണ്ണമാണെന്ന് അറിയില്ല. സാധനം സൈലൻ്റായിട്ട് കിടക്കണം. ബട്ട് ഇതൊന്നും ചെയ്യില്ല മനുഷ്യനെ. പിടിച്ച് മുഴുങ്ങിയല്ലോ. ഓ കേസ്. അപ്പം നമ്മൾ അവിടെ നിന്ന് എല്ലാവിടെ നിന്ന് സൂമൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മളിതാ വണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കല്ലേ.
ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ പീച്ച് ഡാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്യുക. എന്നാലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പൊ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോ ഗൈസ് ബൈ. അപ്പോ ഞങ്ങള് നേരെ വീട്ടിൽ പോവാണ് ഗൈസ്. ഓക്കെ. കൊക്ക് നോക്ക് അത് പിന്നെ ഊഞ്ഞാലാടാൻ പറ്റിയിട്ട് ഇവിടെ ഇത് നോക്കണ ഊഞ്ഞാലാടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അവിടെ മാത്രം കേസ് അവിടെ നിന്ന് അവരാരും പോണില്ല. അതുകൊണ്ട് അനുവിന് ഭയങ്കര